നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പ്രവർത്തകർ വഴിതടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്മശാനം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് മന്ത്രി VN വാസവൻ മണിമല ഗ്രാമപഞ്ചായത്ത് കൌൺസിൽ ഹാൾ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പ്രതിഷേധ മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിതടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ വലിയ പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിനിടെ പ്രവർത്തകർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചുകീറി. തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നിലത്ത് കിടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഉപരോധത്തിൽ ദേശീയപാത 183 ഗതാഗതം തടസ്സപ്പെട്ടതോടെ പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, സംസ്ഥാന സെക്രട്ടറിമാരായ രാഹുൽ മറിയപ്പള്ളി, സുബിൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി. ചൊവ്വാഴ്ച പുലർച്ചെ അതീവ രഹസ്യമായി കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങളുടെ പേരിലാണ് അറസ്റ്റ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്മശാനം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കോമ്പൌണ്ടിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. കളക്ടറേറ്റിൽ നടന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ശ്മശാനം ഉപയോഗിക്കാം. ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ മാലിന്യം നീക്കുന്നതിന് വാഹനം വാങ്ങാൻ യോഗം തീരുമാനിച്ചു. ഇതിനായി 20 ലക്ഷം രൂപ ചെലവഴിക്കും. വികസന സമിതി ഫണ്ട് കൂടി ചെലവഴിച്ച് ആശുപത്രിയിൽ ഗേറ്റ് നിർമ്മിക്കും. ഗൈനക്കോളജി വിഭാഗത്തിൽ പേയിങ് കൌണ്ടർ, സ്റ്റേഷനറി കൌണ്ടർ എന്നിവ ആരംഭിക്കും. കാർഡിയോളജി വിഭാഗത്തിലും പേയിങ് കൌണ്ടർ ആരംഭിക്കും. ഹൌസ് സർജൻമാർ, മറ്റു വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഹോസ്പിറ്റൽ ഫീസിൽ 50% ഇളവ് അനുവദിക്കും. കാർഡിയോളജി വിഭാഗത്തിൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് സംവിധാനം ആരംഭിക്കും. പൊതുമേഖലയടക്കമുള്ള സ്ഥാപനങ്ങളുടെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ശ്രമിക്കാനും യോഗം തീരുമാനിച്ചു. സർജിക്കൽ സ്റ്റോർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, കാർഡിയോളജി ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇൻഫേഷ്യസ് ഡിസീസ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. ടെൻഡർ നടപടികളായതായും യോഗം വിലയിരുത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ്, കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ശങ്കർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് മന്ത്രി VN വാസവൻ മണിമല ഗ്രാമപഞ്ചായത്ത് കൌൺസിൽ ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണിമല ഗ്രാമപഞ്ചായത്തിൽ 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൌൺസിൽ ഹാളിന്റെ ഉദ്ഘാടനവും പുതുക്കിയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനവും നടന്നു. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി 2025 നവംബർ 1 കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പുതിയ പാലങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമല്ല വികസനം, ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതാണ്. അത് നേടിയെടുക്കാൻ സർക്കാരിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്
സ്ഥാനത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ പ്രവർത്തന ലക്ഷ്യം. ഇപ്പോൾ 47% പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയൂടെ കൂടി 2025 നവംബർ 1 എത്തുമ്പോഴേക്ക് ഉറപ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. 4.9 ലക്ഷം രൂപ ചെലവഴിച്ച് മണിമല ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്ക് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു. മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പി സൈമൺ, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശുഭേഷ് സുധാകരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മണിമല. നെല്ല് സംഭരണ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് പാടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ല് സംഭരണ തുക നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെട്ടു. നെൽ സംഭരണത്തിന് 2000 കോടി രൂപ നീക്കിവയ്ക്കണമെന്ന ആവശ്യം ധനകാര്യ വകുപ്പ് നടപ്പാക്കിയില്ലെന്നും കിസാൻ സഭ കുറ്റപ്പെടുത്തി. നെല്ല് സംഭരണ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ കോട്ടയത്ത് പാടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി EN ദാസപ്പൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് CR ബോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി CV ചെറിയാൻ, PK സുരേഷ്, അഡ്വക്കേറ്റ് ബിനു ബോസ്, TC ബിനോയ്, അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. അറസ്റ്റ് അസ്വാഭാവികമാണെന്നും അബിൻ വർക്കി കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. അത് തികച്ചും അസ്വാഭാവികവും അസാധാരണവുമാണ്. യൂത്ത് കോൺഗ്രസിനെ കാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ വേട്ടയാടുന്നതിന്റെ തുടർച്ച മാത്രമാണ് ഈ അറസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് അവിടെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ 3 കേസുകളിൽ 2 കേസുകളിൽ ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിൽ ഒരു കേസിലാണ് PDPP ഉൾപ്പെടെയുള്ള ചാർജുകൾ കൊടുത്തുകൊണ്ട് അത് അന്ന് 28 പേരെ റിമാൻഡിൽ അയച്ചത്. ആ 28 പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ 2 സംസ്ഥാന ഉപാധ്യക്ഷന്മാരും 2 വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ആ 28 പേർ 18 ദിവസം ജയിലറയിലായിരുന്നു. 18 ദിവസം ജയിലറയിൽ കിടന്ന് അവർ മിനിഞ്ഞാന്നാണ് പുറത്തിറങ്ങിയത്. ഇന്ന് 5 പ്രവർത്തകർ ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലുണ്ട്. അപ്പോൾ സാധാരണ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇത്രയധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം, ഒരു റിമാൻഡ് കഴിയുന്നതിന് ശേഷം പിന്നെ നേതൃനിരയിൽ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തതായി ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഇത് അസാധാരണവും അസ്വാഭാവികവുമാണ്. കേരളത്തിലെ പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. എല്ലാ മര്യാദകളും ലംഘിച്ച് വൈരാഗ്യ ബുദ്ധിയോടെയാണ് പിണറായി വിജയന്റെ പോലീസ് പെരുമാറുന്നതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളെല്ലാവരും ഒരു പരിശോധന നടത്തേണ്ട ഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് രാവിലെ ഏതോ കൊടും കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് വലിയ അക്രമം നടത്തി ഞങ്ങളുടെ പ്രവർത്തകരെ പരിക്കേൽപ്പിച്ച് 308-ലും 326-ലും പ്രതിയായിട്ടുള്ള ആളുകൾ അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് തള്ളി. എന്നിട്ടും സ്വൈര്യമായ അല്ലെങ്കിൽ അവർ അതിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഭയമാണ്, അവരെ ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു കൊടും കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് ഏതോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. കോട്ടയം തുറമുഖം വികസിപ്പിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. പോർട്ടിനെ മാരിടൈം ബോർഡിന് കീഴിൽ കൊണ്ടുവരാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തുറമുഖ വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായി കോട്ടയം പോർട്ട് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി VN വാസവൻ.
വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കോട്ടയം തുറമുഖം വികസിപ്പിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തുറമുഖ വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായി കോട്ടയം തുറമുഖം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതോടെ കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കസ്റ്റംസ് പരിശോധനകൾ നടത്താൻ സംവിധാനമുള്ളതിനാൽ കോട്ടയത്തു നിന്നും പരിശോധന നടത്തി കണ്ടെയ്നർ നീക്കം സുഗമമാക്കി കയറ്റി അയക്കുവാൻ സാധിക്കും. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിലെ കയറ്റുമതിക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞത്തുള്ള കസ്റ്റംസ് പരിശോധന ഒഴിവാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം തുറമുഖത്തെ മാരിടൈം ബോർഡിന് കീഴിൽ കൊണ്ടുവരുവാനും വികസനം പൂർണ്ണമാക്കാനുമുള്ള ചർച്ചകൾ വ്യവസായ വകുപ്പുമായി ചേർന്നു നടത്തും. കൂടുതൽ ബാർജുകൾ എത്തിച്ച് കണ്ടെയ്നർ ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും ഇതിന്റെ വികസന സാധ്യത എന്ന് പറയുന്നത് 24ഓളം കണ്ടെയ്നർ ഒരുമിച്ച് ചേർന്ന ഒരു ബാർജ് ഇവർ കുവൈറ്റുകാരുമായി ഒരു ധാരണയാക്കി നടപ്പാക്കാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള പുരോഗതി ഈ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തിയുള്ള പോർട്ടിനുണ്ടാവും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് എത്തുമ്പോൾ അത് സാധ്യമായി കഴിയുന്നതോടുകൂടി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെടുത്തി അവിടെ ഇറങ്ങുന്ന ചരക്കുകൾ നമ്മുടെ വടക്കൻ സൈഡിലേക്ക് പോകാൻ സഹായിക്കുന്ന ഇടത്താവളം പോലുള്ളൊരു സങ്കേതമായിരുന്നു മാറും. അതൊരു വലിയ ആശ്വാസമാകും. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ഈ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ചെറുകിട തുറമുഖത്തിനും വിഴിഞ്ഞം പോലുള്ള വൻകിട തുറമുഖത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം ഒരുക്കിയെടുക്കാൻ കഴിയും. കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം വർഗീസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. നഗരസഭാംഗം ദീപമോൾ, മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം വർഗീസ്, ജനറൽ മാനേജർ KN രൂപേഷ് ബാബു, ഡയറക്ടർമാരായ ജോർജ് ഫെൻ, ഷാജി ജോസഫ്, ബൈജു ബസന്ത്, MC അലക്സ്, ഓഡിറ്റർ റിജോ ടോമാത്യു എന്നിവർ പങ്കെടുത്തു. 2021 ഡിസംബർ വരെ 5,54,625 ടൺ ചരക്ക് നീക്കം കോട്ടയം തുറമുഖത്തിലൂടെ നടന്നു. 621.09 കോടി രൂപയുടെ ചരക്ക് നീക്കമാണ് നടന്നത്. 81.28 കോടി രൂപ കസ്റ്റംസ് വരുമാനം ലഭിച്ചു. 3 കോടി രൂപ GST ഇനത്തിലും ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. PT തോമസിന്റെ നേതൃപാടവം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. PT തോമസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PT പുരസ്കാരം പാലായിൽ ഏറ്റുവാങ്ങുകയായിരുന്നു അദ്ദേഹം. PT തോമസ് ഫൗണ്ടേഷൻ പാലാ ചാപ്റ്റർ ഏർപ്പെടുത്തിയ PT പുരസ്കാരം മാത്യു കുഴൽനാടൻ MLAക്ക് സമ്മാനിച്ചു. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുണ്ടായിരുന്ന PT ഹൃദയഭാഷയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നടത്തിയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഹൃദയവുമായി ചേർത്ത് വയ്ക്കുന്ന എല്ലാ വികാരങ്ങളും PT തോമസിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ അനുസ്മരിച്ചു. നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയെന്നത് വെല്ലുവിളിയാണ്. എന്നാൽ നിർഭയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു PT തോമസ്. സഭയ്ക്കകത്തും പുറത്തും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ PT തോമസിന് കഴിഞ്ഞിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിന് പറ്റുകയില്ലെങ്കിൽ നേതൃനിരയിലേക്ക് വരുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്. PT തോമസിന്റെ അനുഭവവും അങ്ങനെയായിരുന്നു. സ്വന്തം ശൈലിയിലും നിലപാടിലും ഉറച്ചു നിന്നത് PTയുടെ രാഷ്ട്രീയ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും സുതാര്യമായും ഞാൻ പ്രവർത്തിക്കും. ഈ 3 വാക്കുകളാണ് ഞാൻ എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യം. പക്ഷെ അതിനെപ്പോലെ ഈക്വലായിട്ട് 4ാമത്തെ ഒരു വാക്കുകൂടി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ ഇടയിലാണ്. നിർഭയമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആണ് PT തോമസ്. നമുക്ക് നിയമസഭയിൽ നിന്ന് ഞങ്ങൾ ഒരു വശത്ത് നിന്ന് നിൽക്കുന്നു, മറുവശത്ത് നിൽക്കുന്നു. നമ്മൾ അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ വെച്ച് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവരൊന്നല്ലെങ്കിൽ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ വെച്ച് നമ്മൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് നിയമസഭയിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. പാലാ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ഹാളിൽ നടന്ന യോഗത്തിൽ MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. ഉമാ തോമസ് MLA ഭദ്രദീപം തെളിയിച്ച് പുരസ്കാരം കൈമാറി. PT തോമസ് ഫൗണ്ടേഷൻ പാലാ ചാപ്റ്റർ സംഘടിപ്പിച്ച 2ാമത് PT അനുസ്മരണവും അവാർഡ് സമർപ്പണവുമാണ് നടന്നത്. DCC പ്രസിഡന്റ് നാടകം സുരേഷ്, ഡിജോ കാപ്പൻ, അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, ജോമോൻ ഓടയ്ക്കൽ, ഫാദർ ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടങ്ങി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജുവാണ് ജാഥ ക്യാപ്റ്റൻ.
സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടങ്ങി. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, കേരള ബാങ്കിലെ ഒഴിവുകളിലേക്ക് അടിയന്തരമായി നിയമനം നടത്തുക, 33% കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, 1/4/2022 മുതലുള്ള ശമ്പള പരിഷ്കരണത്തിന് അടിയന്തരമായി കമ്മിറ്റിയെ നിയമിക്കുക, മുൻ ശമ്പള പരിഷ്കരണത്തിലെയും ശമ്പള ഏകീകരണത്തിലെയും അപാകതകൾ തിരുത്തുക, ഔദ്യോഗിക കോൺഫറൻസുകളിലെ മാനസിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജുവാണ് ജാഥ ക്യാപ്റ്റൻ. കോട്ടയത്ത് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞ് ഇല്ലംപള്ളി, B സന്തോഷ് കുമാർ, അനിൽകുമാർ KC തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 2-3 ദിവസങ്ങളിൽ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദ്വിദിന പണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2024 മാർച്ച് മാസത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ PI ജോൺ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. അറിയിപ്പ്: ഏലിക്കുളം കൃഷിഭവൻ പരിധിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ധനസഹായം നൽകുന്നു. കുറഞ്ഞത് 25 സെന്റെങ്കിലും കൃഷി ചെയ്തിട്ടുള്ളവർ ജനുവരി 12-നകം തന്നാണ്ടത്തെ കരമടച്ച രസീത്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് ഇവ സഹിതം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം കൃഷിഭവനിൽ ലഭിക്കും. ഏലിക്കുളം കൃഷിഭവനിൽ പരിശോധനയ്ക്കായി നൽകിയ മണ്ണിന്റെ പരിശോധനാ ഫലം എത്തിയിട്ടുണ്ട്. സാമ്പിൾ നൽകിയ കർഷകർ റിസൾട്ട് കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പ്രവർത്തകർ വഴിതടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്മശാനം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി. 2025 നവംബർ 1-ന് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് മന്ത്രി VN വാസവൻ. മണിമല ഗ്രാമപഞ്ചായത്ത് കൗൺസിൽ ഹാൾ നാടിന് സമർപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.